നമസ്കാരം. അധികാരം കിട്ടിയാൽ എന്ത് തോന്നിയാസവും കാണിക്കാം എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെയും ചില കോൺഗ്രസ് പാർട്ടിക്കാരുടെയും ഒക്കെ നിലപാട്. അധികാര ദുർവിനിയോഗമെന്നോ സ്വജനപക്ഷപാതമെന്നോ അഴിമതിയെന്നോ ഒക്കെ അതിനെ ഓമന പേരിട്ട് നമുക്ക് വിളിക്കാം. പക്ഷേ ഇവർക്കെതിരെയുള്ള അന്വേഷണം ഇവരുടെ ഭരണത്തിൽ എങ്ങും എത്തില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. പറഞ്ഞു വരുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ADM നവീൻ ബാബുവിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളെ തുടർന്ന് രാജിവെച്ച PP ദിവ്യ എന്ന സഖാവിനെ കുറിച്ചാണ്. അതായത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട പല പദ്ധതികളിലും ഇവർക്കൊരു കമ്പനിയുണ്ട്, ബിനാമി കമ്പനി. ഇവരും ഇവരുടെ ഹസ്ബൻഡും ഭർത്താവും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സുഹൃത്തുക്കളും ഒക്കെ ചേർന്ന കമ്പനി. പല കരാറുകളും നൽകിയത് ഈ കമ്പനിക്കാണ് എന്നാണ് ഇപ്പോൾ KSU സംസ്ഥാന ഉപാധ്യക്ഷൻ രേഖകൾ സഹിതം ഇത് പുറത്തുവിട്ടുകൊണ്ട് പറയുന്നത്. അതായത് ഏതാണ്ട് 12 കോടിയിലധികം രൂപയുടെ അഴിമതി പ്രാഥമികമായി PP ദിവ്യയുടെ കൂട്ടാളികളും ചേർന്ന് നടത്തി എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ KSU പുറത്തുവിട്ടിരിക്കുന്നത്. KSUവിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ മുഹമ്മദ് ഷമാസ് എന്ന വ്യക്തിയാണ് ഇത് സംബന്ധിച്ച വിശദ വിവരങ്ങൾ നൽകിയത്. തീർച്ചയായിട്ടും ഇത് അധികാരമുണ്ടെങ്കിൽ എന്ത് തോന്നിയാസവും കാണിക്കാം എന്നതിൻ്റെ മറ്റൊരു തെളിവായിട്ട് കാണേണ്ടി വരും. കാരണം CPM ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ അധികാരത്തിൽ വന്ന സമയത്തും ആദ്യഘട്ടത്തിലായിരുന്ന സമയത്തും ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തുമൊക്കെ കാണിച്ച തോന്നിയാസങ്ങളൊക്കെ ഓരോന്നായി പുറത്തു വന്നു. പക്ഷേ അതിൻ്റെ അന്വേഷണമൊന്നും എങ്ങും എത്തുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. PP ദിവ്യ അധികാരത്തിൽ ഇരിക്കെ ബിനാമി ഇടപാടുകളിലൂടെ ഭൂമി വാങ്ങിക്കൂട്ടിയതായിട്ടാണ് ആരോപണം. ഭർത്താവിൻ്റെയും ബിനാമികളുടെയും പേരിൽ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടിയതിൻ്റെ രേഖകളാണ് പുറത്തു വന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ കരാറുകൾ ബിനാമി കമ്പനിക്ക്, ഇവരുടെ തന്നെ പേരിലുള്ള ബിനാമി കമ്പനികൾക്ക് നൽകി. കമ്പനി ഉടമയായ ആസിഫ് എന്ന വ്യക്തിയുടെയും ദിവ്യയുടെ ഭർത്താവിൻ്റെയും പേരിൽ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടി എന്നും ഇവർ KSU ആരോപിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ കോടിക്കണക്കിന് രൂപയുടെ ചില കരാറുകൾ നൽകിയത് സ്വന്തം ബിനാമി കമ്പനിക്കാണെന്ന് പറയുന്നു. ആരോപണവുമായി ബന്ധപ്പെട്ട രേഖകൾ KSU സംസ്ഥാന ഉപാധ്യക്ഷനാണ് P മുഹമ്മദ് ഷമാസ് പുറത്തുവിട്ടത്. കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ ശേഷം 2021 ജൂലൈ 20-നാണ് കമ്പനി രൂപീകരിച്ചത് തന്നെ. അപ്പോൾ തന്നെ അതിനകത്തൊരു തട്ടിപ്പ് മണക്കുന്നുണ്ട്. ദിവ്യയുടെ അടുത്ത സുഹൃത്തും നാട്ടുകാരനുമായ മുഹമ്മദ് ആസിഫ് എന്ന വ്യക്തിയാണ് MD. ആസിഫിന്റെയും ദിവ്യയുടെ ഭർത്താവ് VP അജിത്തിന്റെയും പേരിൽ കണ്ണൂരിലെ പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രമായ പാലക്കയം തട്ടിൽ വാങ്ങിയത് 4 ഏക്കറോളം ഭൂമിയാണ്. ഇരുവരുടെയും പേരിൽ സ്ഥലം രജിസ്റ്റർ ചെയ്ത രേഖകളും ഇപ്പോൾ KSU പുറത്തുവിട്ടിട്ടുണ്ട്. അനധികൃതമായി സ്വന്തം ബിനാമി കമ്പനിക്ക് ജില്ലാ പഞ്ചായത്ത് പദ്ധതികളുടെ കോടിക്കണക്കിന് രൂപയുടെ കരാർ ദിവ്യ നൽകിയെന്ന് ആരോപിച്ച ഷമാസ് അതുമായി ബന്ധപ്പെട്ട രേഖകളും പുറത്തുവിട്ടു. 11 കോടിയോളം രൂപയാണ് 2 വർഷത്തിനിടയിൽ പ്രീ ഫാബ്രിക്കേറ്റഡ് ടോയ്ലറ്റ് നിർമ്മാണങ്ങൾക്ക് മാത്രമായി കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് നൽകിയത്. ഇതിനു പുറമെ പടിയൂരിൽ ABC കേന്ദ്രത്തിന്റെ 76 ലക്ഷം രൂപയുടെ നിർമ്മാണ കരാറും ഈ കമ്പനിക്ക് നൽകി. അങ്ങനെ ഏകദേശം 12 കോടിയിലധികം രൂപയുടെ തട്ടിപ്പാണ് ഇവർ നടത്തിയിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം കള്ളമാണെന്നും ഈ രേഖകളൊക്കെ വ്യാജരേഖയാണെന്നുമാണ് PP ദിവ്യ പറയുന്നത്. ഒപ്പം തന്നെ മുഹമ്മദ് ഷമാസിനെതിരെയും KSUവിനെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്നും പറയുന്നു. ഇത് പാർട്ടി പ്രതികരിച്ചിട്ടില്ല, അല്ലെങ്കിൽ CPMന്റെ കണ്ണൂർ ജില്ലാ നേതൃത്വം MV ജയരാജൻ സഖാവോ അങ്ങനെയുള്ള ആളുകളൊന്നും പ്രതികരിച്ചിട്ടില്ല. ഇത്തരത്തിൽ രേഖകൾ സഹിതം ഒരു കാര്യം പുറത്തുവിടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ രേഖകൾ പുറത്തുവിട്ടുകൊള്ളൂ, ഞാനതിനെ നിയമപരമായി നേരിട്ട് കൊള്ളാം എന്ന് പറയുന്നതിന് പകരം രേഖകൾ പുറത്തുവിട്ട വ്യക്തിക്കെതിരെ കേസ് കൊടുക്കാനാണ് ഇപ്പോൾ ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. കോടികളുടെ അഴിമതി പുറത്തു വന്നത് ഇത് മാത്രമാണ്. അകത്ത് ഇനി എത്ര അഴിമതിയുണ്ട്, എന്തൊക്കെയാണ് നടന്നത് എന്ന് നമുക്കറിയില്ല. ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതയായ ശേഷം പാർട്ടി അന്ധമായി തന്നെ PP ദിവ്യയെ സംരക്ഷിക്കുന്ന നിലപാടെടുത്തു. അവർ റിമാൻഡിൽ പോയി ജാമ്യത്തിൽ ഇറങ്ങുന്ന സമയത്തൊക്കെ PK ശ്രീമതി അടക്കമുള്ള നേതാക്കൾ, നിരവധി CPM നേതാക്കൾ അവരെ സ്വീകരിച്ച് ആനയിക്കാനൊക്കെ കൊണ്ടുപോകുന്നു. അതായത് എന്ത് ചെറ്റത്തരം കാണിച്ചാലും, ആരെങ്കിലും കൊന്നാലും, അഴിമതി നടത്തിയാലുമൊക്കെ പാർട്ടി കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഈ സഖാക്കൾക്ക് കാണും. അതുകൊണ്ട് ഇനിയും അഴിമതി കഥകൾ പുറത്തു വരുമോ എന്ന് നമുക്കറിയില്ല. അഴിമതിയിൽ അന്വേഷണം പാർട്ടി നടത്തുമോ എന്ന് നമുക്കറിയില്ല. അല്ലെങ്കിൽ ഇത് പോലീസ് അന്വേഷിക്കുമോ അതും നമുക്കറിയില്ല. കാരണം ഈ പാർട്ടിയെക്കുറിച്ച് നമുക്കൊരു ചുക്കും അറിയില്ലല്ലോ. സഖാക്കളായി അവരുടെ പാടായി അവർക്ക് തോന്നിയ വഴി എന്തും കാണിക്കും. പക്ഷേ ഈ അഴിമതി നടത്തുന്നതും തട്ടിക്കുന്നതും വെട്ടിക്കുന്നതുമൊക്കെ പാവപ്പെട്ട ജനങ്ങളുടെ പണമാണ് എന്നുള്ള കാര്യം സഖാക്കൾ ഒന്ന് ഓർത്തുകൊള്ളുക. ഈ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങളൊക്കെ അധികാരത്തിലേറിയത് എന്ന കാര്യവും, ഈ ജനാധിപത്യ സംവിധാനത്തിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന കാര്യവും CPMും പ്രിയപ്പെട്ട നേതാക്കളും ഒന്നോർത്താൽ വളരെ നല്ലത്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.